ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം NK ഗെയിമിംഗ് എന്ന് വെച്ചാൽ നയൻ കാർത്തിക് വൈറ്റ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രോപ്പിക്സിലെ പാലസ് ഉണ്ട്, 2 പാലസ് ഉണ്ട്. അതിനകത്ത് ഒരു പാലസിൽ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് അവിടെ നീ പോയ ഒരു വാള് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാള് കാണാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗെയിമിൽ കുറേ തോറിൻ്റെ ചുറ്റിക, ജോക്കർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കൂട്ട് ഐറ്റമാണ് ഇത് ട്രോപ്പിക്സിലെ. ഞാൻ വഴിയും ഫുള്ള് കാണിക്കുന്നുണ്ട്, എല്ലാ വഴിയും പോകുന്ന വഴിയും എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും പോയി നോക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാനിന്ന് ഞാൻ ഏത് വണ്ടിക്കകത്താണ് പോകുന്നത് വെച്ചാൽ എൽസിക്കകത്താണ് കേട്ടോ പോകുന്നത്, ന്യൂ എൽസിക്കകത്താണ് പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ നമുക്കിനി നേരെ പോയി വണ്ടിക്കകത്ത് കയറിയിട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗീവ് അവേ പറ്റി ഞാൻ പറയാം. ഗീവ് അവേ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇതെൻ്റെ പുതിയ വണ്ടിയാണ്, പുതിയ LC ആണ്. നമുക്ക് നേരെ അങ്ങ് ഇറക്കിയേക്കാം. ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കേട്ടോ ട്രോപ്പിക്സിലെ. ഇതെൻ്റെ ട്രോപ്പിക്സിലെ എൻ്റെ ഗസ്റ്റ് ഹൗസാണ്. നമ്മൾ നേരെ അങ്ങ് പോവാം. വണ്ടിയുടെ ബാക്കിൽ നമ്മളൊരു സ്പൈഡർമാനും കാർബൺ ഫൈബർ, പിന്നെ ഗ്ലാസ്സേൽ 9 യൂട്യൂബ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ പറ്റിയതാണ്, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ചെറിയൊരു പ്രശ്നം പറ്റിയാണ്, നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യണ്ട. നമ്മളിനി നേരെ അങ്ങ് പോയേക്കാം. ഇത് കാർ സെയിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വഴിയുണ്ട് നമ്മുടെ ട്രോപ്പിക്സിലെ കാർ സെയിലിലെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ്. ഈ കാണുന്ന വഴിയല്ല, ഇതാണ് നമ്മുടെ ഷോറൂമിൻ്റെ തണ്ടി. ഇവിടെ കൂടുതൽ വഴിയുണ്ട്. ഈ താർ ചെയ്ത റോഡല്ല, അല്ലാത്ത റോഡാണ്. നേരെ അങ്ങ് പിന്നെ പോകാൻ നേരത്ത് ഓഫ് റോഡ് വണ്ടി എടുത്തോണ്ട് പോകണം കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് കയറ്റമുള്ളൊരു റോഡാണ്. എന്തുവാന്ന് നമുക്കിനി പോയി നോക്കാം. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു വാളാണെന്നാണ്. നമുക്കൊന്ന് പോയി നോക്കി വെച്ച് വരാം. പക്ഷെ ഞാൻ പോയില്ല കേട്ടോ ഇത് ഇത്ര നേരം. ഇത് നമ്മളൊരു ഓഫ് റോഡിന് പോയായിരുന്നു, അതാണ് LCക്കത് ചെളി. ഞാൻ പോയിട്ടില്ല, നമുക്കൊന്ന് പോയി നോക്കാം. എന്തുവാണാവോ എന്തോ. എൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞത് അവിടെ ഒരു വാളുണ്ട്, നീ ഒന്ന് പോയി കണ്ടു നോക്കുക, യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നു പറഞ്ഞു. നേരെ അങ്ങ് പോവുകയാണ്. ഒരു കണ്ടന്റ് കിട്ടിയപ്പോൾ ഞാനങ്ങ് എടുത്ത് നേരെ പോയേക്കാം. ഈ സോണങ്ങനെ പാലസ് വന്നിട്ടുണ്ട്. പാലസ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു പാലസിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഐറ്റമാണ്. 2 പാലസ് ഉണ്ട് കേട്ടോ. മറ്റേ പാലസ് ഇപ്പോൾ ഒന്ന് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതാണ് സ്ഥലം, ഞാൻ ചുറ്റി കാണിച്ചു തരാം. ഒന്ന് വണ്ടി ഓടിച്ച് ഫിറ്റിയൊക്കെ ഞങ്ങൾക്ക് പഴയത് ഫിറ്റിയാണ് കേട്ടോ. നമ്മളൊന്ന് വണ്ടി വെച്ചിടിച്ച് ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നതായിരിക്കും. വണ്ടി വെച്ചിടിച്ച് അപ്പം പൊളിഞ്ഞു, പറഞ്ഞതാണ് വണ്ടി വെച്ചിടിച്ചവരെ പൊളിഞ്ഞങ്ങ് പോയിട്ടുണ്ട്. ഇതെല്ലാം പൊളിഞ്ഞു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഈ ഒരു റോഡുണ്ട്. ഈ റോഡ് നമ്മൾ നേരെ അങ്ങ് കയറണം. ഇതെനിക്കൊരു പേടിയുണ്ട്, ഇതങ്ങാണ്ട് ഒടിഞ്ഞ് വീഴുമെന്ന്. നേരെ ഗൈസ് ചെറുതായിട്ടൊന്ന് ഇടിച്ചപ്പോഴേ എല്ലാം ഒടിഞ്ഞ് വീഴും. പറഞ്ഞ് നാവെടുത്തില്ല. നല്ല പയ്യെ കയറുവാണ്, നമ്മൾ അടിച്ച് കയറി അങ്ങ് കയറാം. പെട്ടെന്ന് കയറുവാണ്. സൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. നമ്മളിനി ഇവിടുന്ന് ലെഫ്റ്റ് കയറണം. ലെഫ്റ്റ് കയറി ചെല്ലുമ്പോൾ ഗൈസ് ഇവിടെ ഉണ്ടോ ഗൈസ്? ഇത് സത്യമായിട്ടും ഉണ്ടോ അവിടെ ഗൈസ്? അതുകൊണ്ട് നമ്മുടെ LC പുറമോട്ട് പോകും. നമുക്കൊന്ന് പാർക്കിംഗ് മോഡിലിടാം. ഇത് കണ്ടോ ഗൈസ്? ഇവിടെ ശരിക്കും ഉണ്ട് ഗൈസ്. ഇതെന്താണ് മൈൻക്രാഫ്റ്റിലെ വാളാ ഗൈസ്? ഇത് കണ്ടിട്ട് മൈൻക്രാഫ്റ്റിലെ വാള് കൂട്ടില്ലേ ഇതും ഗൈസ്? എനിക്ക് തോന്നി പാലസിലെ രാജാവിൻ്റെ വാളാണ്. ഇത് കണ്ടോ ഗൈസ്? ആ സൂര്യപ്രകാശം കറക്റ്റ് ആ വാളയിലടിക്കുന്നത്. ആ സൂര്യപ്രകാശം ഞാൻ ഡ്രോൺ വെച്ച് കാണിച്ചോ. ആ സൂര്യൻ്റെ വെട്ടം കണ്ടില്ലേ, അത് നേരെ നമ്മുടെ ഈ വാളയിലടിക്കുന്നത്. കണ്ടോ വാള് കണ്ടോ? കറക്റ്റ് മൈൻക്രാഫ്റ്റിലെ ആ വാള് ഗൈസ്. ഇതും ഈ ഗെയിമിനകത്തെ, എനിക്ക് തോന്നുന്നു ഈ ഗെയിമിനകത്ത് ഈ പാലസിലെ രാജാവിൻ്റെ വാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി മരിച്ചപ്പം പുള്ളി അങ്ങനെ എടുത്തെറിഞ്ഞതായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ വന്ന് വീണായിരിക്കും. നമുക്ക് നോക്കാം ഇവിടെ അങ്ങനെ വല്ല ഐറ്റംസ് ഉണ്ടോയെന്ന്, വേറെ രാജാവിനെ അടക്കിയ സ്ഥലമോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നേ ഈ രാജാവിനെ ഇവിടെ അടക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ആ വാള് കുത്തി വെച്ചേക്കുമെന്ന് തോന്നുന്നു ഗൈസ്. വാള് വല്ല ഊരിയെടുക്കാൻ പറ്റുമോ? വേണോ ഗൈസ്? വാള് വല്ല ഊരിയെടുക്കുമോ രാജാവ് അങ്ങനെ ഇറങ്ങി വന്നാലും? നമുക്ക് നോക്കാം, വണ്ടി വെച്ചൊന്ന് ഇടിച്ച് നോക്കാം. അതുകൊണ്ട് കണ്ടില്ലേ ഗൈസ്, കറക്റ്റ് മൈൻക്രാഫ്റ്റിലെ വാള്. ഇത് പാറക്കല്ലേലാട്ടോ ഇത് കുത്തിയിരിക്കുന്നത്. നല്ല രീതിക്ക് ആഞ്ഞ് കുത്തി വെച്ചേക്കുന്നു കേട്ടോ. നമുക്കെന്തൊരു ഇമോജിയൊക്കെ അങ്ങ് ഇട്ടേക്കാം കേട്ടോ.
എന്നാലും വൈബ് തന്നെ ഇങ്ങനെ സാധനം. ഞാൻ ഇതുവരെയായിട്ട് ഇവിടെയൊക്കെ ഇത് വന്നിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഇങ്ങനൊരു സാധനം. ഞാൻ ഈ മണ്ടയ്ക്കോട്ട് കയറത്തില്ല, ഞാൻ വണ്ടി വെച്ചൊന്ന് ഇടിച്ച് നോക്കിയിട്ടുണ്ട്, ഒന്നും പറ്റത്തില്ല. ഈ സാധനം അവിടെ കല്ലിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നോട്ടിരിക്കുന്നു. നമുക്കിനി മണ്ടയ്ക്കോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. ഗൈസ് മരത്തെ ചെന്ന് ഇടിച്ച് കയറിയിട്ടുണ്ട്. ഗൈസ് നല്ല രീതിക്ക് പാടാട്ടോ ഈ വണ്ടി കയറ്റാൻ. ഇതിനകത്ത് എഞ്ചിനൊന്നും കയറ്റിയിട്ടില്ല, സ്റ്റോക്ക് എഞ്ചിനാണ് വണ്ടി. ഗൈസ് ഇവിടെ ഒരു വീട് കൂട്ടൊരു സംഭവം ഗൈസ്, നമുക്കൊന്ന് കയറി നോക്കാം. ഇതിനകത്തൊരു തേങ്ങയും കാണത്തില്ല, അങ്ങനെ ഒന്ന് കയറി നോക്കാം. പക്ഷെ ഇതിനകത്തൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് വണ്ടി അങ്ങ് ചാടിച്ചാലോ തറയിലോട്ട്. എങ്ങനെയുണ്ട് ബൈസ്, നമുക്കങ്ങ് ചാടിക്കാൻ വണ്ടി. ഗൈസ് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി വേറെ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ടാറ്റ, ബൈ ബൈ, സി യു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ടാറ്റ, ബൈ ബൈ.